അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു ഗ്ലിറ്റർ ഫോം ഷീറ്റ് വെച്ച് ഒരു ബട്ടർഫ്ലൈ ക്ലിപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഒന്ന് തിരിച്ചിട്ട് ഒരു മൂടി എടുത്ത്, ഇപ്പം ഞാൻ ഒരു റൗണ്ട് ഷേപ്പിനുള്ള ഒരു മൂടി എടുത്തിട്ടുണ്ട്. അത് വെച്ച് ഒന്ന് റൗണ്ട് ഷേപ്പിൽ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് സിസർ ഉപയോഗിച്ച് അത് കട്ട് ചെയ്തെടുക്കാം. എൻ്റെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഇതേ രീതിയിൽ മറ്റൊരു പീസും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ 2 പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു പീസ് എടുത്ത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെറുതും വലുതുമായിട്ട് മടക്കിയെടുത്ത് കട്ട് ചെയ്തെടുക്കാം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ അതേ രീതിയിൽ നിങ്ങൾ ചെയ്യണം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് ആ പീസൊന്ന് നടുവേ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒന്ന് മടക്കി ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് നൂലുപയോഗിച്ച് നല്ല ടൈറ്റായിട്ട് ഇത് കെട്ടിയെടുക്കാം. ഗ്ലൂ ഉപയോഗിക്കുന്നതിനെക്കാട്ടി നൂലുപയോഗിച്ച് കെട്ടുമ്പോൾ നല്ല ടൈറ്റായിട്ട് ഇരിക്കും, ഇളകിപ്പോയാൻ സാധ്യതയില്ല. ഇനി നിങ്ങളുടെ കയ്യിൽ ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി. ഇനി ഇതുപോലെ എല്ലാ പീസും നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ചെറിയ പീസും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നടുവേ ഒന്ന് മടക്കിയതിന് ശേഷം അപ്പുറത്തും ഇപ്പുറത്തും മടക്കി നൂലുപയോഗിച്ച് നല്ല ടൈറ്റായിട്ട് കെട്ടിയെടുക്കാം. കണ്ടില്ലേ, എല്ലാ പീസും ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ വലിയ പീസും ചെറിയ പീസും കൂടെ തമ്മിൽ ചേർത്ത് വെച്ച് നൂലുപയോഗിച്ച് ടൈറ്റായിട്ട് കെട്ടിയെടുക്കണം. നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്യണം കേട്ടോ. അതിനുശേഷം ആ ചെറിയ പീസിൻ്റെ ആ എൻഡ് ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, എത്ര സിമ്പിളായിട്ട് നമുക്കൊരു ബട്ടർഫ്ലൈയുടെ ഷേപ്പിൽ ക്ലിപ്പ് തയ്യാറാക്കിയെടുക്കാൻ പറ്റുമെന്ന്. ഞാൻ വളരെ സിമ്പിളായിട്ട് 2 ബട്ടർഫ്ലൈയും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബട്ടർഫ്ലൈക്ക് ഒരു കൊമ്പ് ചെയ്തെടുക്കാം. അതിനായി ഗിയർ വയറിൽ ഗോൾഡൻ കളർ മുത്തെടുത്ത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ പിരിച്ചെടുത്താൽ മതി. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഗിയർ വയറിൻ്റെ മറ്റേ സൈഡിൽ ഗോൾഡൻ കളർ ബീഡ്സ് ഇട്ട് പിരിച്ചെടുക്കാം. രണ്ട് വശവും ഒരുപോലെ പിരിച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ, എന്നാലേ ആ ഒരു ഭംഗിയിൽ നമുക്ക് കിട്ടുള്ളൂ. ഇനി നമുക്ക് നമ്മൾ എടുത്തിരിക്കുന്ന കൊമ്പെടുത്ത് ആ ബട്ടർഫ്ലൈയിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഫോം ഷീറ്റിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കത് നൂലൊന്നും കാണാത്ത രീതിയിൽ കവർ ചെയ്ത് ഒട്ടിച്ചെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഗ്ലൂ 7000 ഗ്ലൂ ആണേ. ഇനി നമുക്ക് അലിഗേറ്റർ ക്ലിപ്പിലേക്ക് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഞാൻ അലിഗേറ്റർ ക്ലിപ്പിൽ ഫോം ഷീറ്റിൻ്റെ ഒരു പീസ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 പീസും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഫൈനൽ ലുക്ക് സൂപ്പറായിട്ടില്ലേ? ഇതുപോലെ ഗ്ലിറ്റർ ഷീറ്റ് ഉപയോഗിച്ച് നമ്മുടെ മക്കൾക്ക് ക്ലിപ്പുകൾ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.